ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി മലയാളി താരം തഹസിൻ ഖത്തർ ടീമിൽ ഇടം പിടിച്ച് ഇന്ത്യക്കും കേരളത്തിനും അഭിമാനമാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ദുബായിൽ പറഞ്ഞു. എന്നാൽ തഹസിനേക്കാൾ മികച്ച കഴിവുള്ളവർ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഫുട്ബോൾ താരം CK വിനീത് പറഞ്ഞു. അതേസമയം ലോകകപ്പ് നിലവാരത്തിലേക്ക് ഇന്ത്യയിലെ പ്രതിഭകളെ വളർത്താൻ അധികാരികൾ ഒന്നും ചെയ്യുന്നില്ലെന്നും വിനീത് ആരോപിച്ചു. ദുബായിലെ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഖത്തറിൽ ജനിച്ചു വളർന്നുകൊണ്ട് മലയാളി താരം തഹസീനെ താഴെത്തട്ടിൽ നല്ല പരിശീലനം ലഭിച്ചു. നല്ല മൈതാനവും നല്ല പരിശീലനം ലഭിച്ചതും നേട്ടമായി. ഇതാണ് കണ്ണൂർ വളപട്ടണം സ്വദേശിയായ തഹസീനെ ലോകകപ്പിൽ കളിക്കാൻ കൂടുതൽ ഗുണകരമായതെന്ന് ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ദുബായിൽ പറഞ്ഞു. ഖത്തറിൽ ജനിച്ചുകൊണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നല്ല രീതിയിൽ അക്കാഡമിയും അതുപോലെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് എന്താ പറയുക ആ ഒരു ഗ്രൗണ്ടും അതുപോലെ കോച്ചസും അതുപോലെ അക്കാഡമിക്സും കിട്ടിയതുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. എന്നാൽ തഹസിൻ യഥാർത്ഥത്തിൽ ഖത്തറിൽ ജനിച്ച മലയാളി പേരുള്ള വ്യക്തി മാത്രമാണെന്നും ഇതിനേക്കാൾ മികച്ച കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയിലെ അധികാരികൾക്ക് കഴിയുന്നില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റൊരു മലയാളി ഫുട്ബോൾ താരം CK വിനീത് പറഞ്ഞു. നമ്മളെപ്പോഴും ആഘോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ അകന്ന ഒരു ബന്ധുവില്ല, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ അത് നമ്മളതാക്കി എടുക്കാനുള്ള നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക്. അതാണ് നമ്മൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒളിച്ചു വെക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമുക്ക് ഈ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിനെക്കാട്ടും ടാലൻറ്റഡ് ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അവരെ ആരെയും നമ്മൾ കാണാനോ അല്ലെങ്കിൽ വളർത്തിയെടുക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനഃപൂർവ്വം മറന്നു പോവാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു പ്ലെയർ ഇല്ലാണ്ട് നമ്മൾ പുറത്തു പോയിട്ട് കളിച്ചു വരുന്ന ആൾക്കാരെ നമ്മളതാണ് എന്ന് പറയേണ്ട സിറ്റുവേഷൻ വരുന്നത് അതുകൊണ്ടാണ്. ക്രിക്കറ്റ് ഇന്ത്യയുടെ മതം ആയത് 1983 മാത്രമാണ്. അതിനു മുമ്പ് ഫുട്ബോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അർജന്റീനയുടെ സൂപ്പർ താരം മെസ്സി കേരളത്തിൽ വന്നാൽ പോലും ഇവർക്ക് കളിക്കാൻ യോഗ്യമായ ഗ്രൗണ്ടുകൾ നമ്മുടെ നാട്ടിലില്ല. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്ത് നേട്ടമാണ് ഫുട്ബോളിനായി മാറ്റിവെക്കുന്നതെന്നും വിനീത് ചോദിച്ചു. ഈ ബഡ്ജറ്റിൽ വരുമ്പോൾ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി സ്പോർട്സിനെ പറ്റി സംസാരിക്കലുണ്ട്, പക്ഷേ പ്രയോറിറ്റി ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് സ്പോർട്സിൻ്റെ രാജ്യം അല്ലെങ്കിൽ എന്ത് നന്നാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.